ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഉം. ശരീരത്തിലെ ഒരു എല്ലിന് പൊട്ടലുണ്ടോന്നറിയാൻ ഒരു എക്സ്റേ എടുക്കാറില്ലേ? അതെ, സ്വാഭാവികമായും നമ്മൾ എക്സ്റേ എടുക്കും. ആ, എക്സ്റേ ഫിലിമിൽ നോക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഉം. ഡോക്ടർ അത് ചൂണ്ടിക്കാണിച്ച് പറയും, ദാ ഇതാണ് പ്രശ്നമെന്ന്. കറുപ്പും വെളുപ്പും പോലെ എല്ലാം ക്ലിയറാണ്. തീർച്ചയായും. എന്നാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിന്റെ, അതായത് ഇന്ത്യയെപ്പോലെ ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്തിന്റെ ആത്മാവിനെ ഒന്ന് എക്സ്റേ ചെയ്യാൻ ഏതു മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുക? അങ്ങനെ നോക്കുമ്പോ അങ്ങനൊരു മെഷീൻ ലോകത്തെവിടെയുമില്ല. അതെ, പക്ഷേ അവിടെയാണ് നമ്മുടെ ഭരണഘടനയിലെ ഒരു സുപ്രധാന രേഖ കടന്നുവരുന്നത്. പ്രശസ്ത നിയമവിദഗ്ധനായ എൻ.എ. പാൽഖിവാല ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ച ആ രേഖയാണ് പ്രിയാമ്പിൾ. ശരിയാണ്. ആ ഐഡന്റിറ്റി കാർഡ് എന്ന പ്രയോഗം വളരെ കൃത്യമാണ് കേട്ടോ. ഈ വിശദമായ വിശകലനത്തിൽ നമ്മൾ കേവലം ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് കേട്ടോ, മറിച്ച് നമ്മുടെ രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്ന ആത്മാവിനെക്കുറിച്ചാണ്. ലോകത്താദ്യമായി അമേരിക്കൻ ഭരണഘടനയാണ് ഒരു പ്രിയാമ്പിൾ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇന്ത്യ ആ മാതൃക പിന്തുടർന്നു. ഭരണഘടനയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രിയാമ്പിളാണ്. അതായത്, ഇതൊരു പുസ്തകത്തിന്റെ വെറുമൊരു ആദ്യ പേജ് പോലെയല്ല, മറിച്ച് ആ ഭരണഘടനയുടെ മുഴുവൻ സത്തയുമാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്, അതുപോലെ അമെൻമെന്റ്സ്, ചരിത്രം തിരുത്തിക്കുറിച്ച കേസസ്, ഇതൊന്നും ഒഴിവാക്കാതെ വളരെ ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണല്ലേ? തീർച്ചയായും. കാരണം ഭരണഘടനയുടെ ലക്ഷ്യമെന്താണ്, അതിന്റെ തത്വശാസ്ത്രം എന്താണ് എന്ന് ഒറ്റ നോട്ടത്തിൽ കാണിച്ചു തരുന്നൊരു കണ്ണാടിയാണ് ശരിക്കും പ്രിയാമ്പിൾ. അപ്പോ എന്താ പറയാ, നമുക്കിതിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു സുപ്രഭാതത്തിൽ ഭരണഘടനാ ശില്പികൾക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി, എഴുതിവെച്ച ഒന്നല്ലല്ലോ ഈ പ്രിയാമ്പിൾ. ഒരിക്കലുമല്ല. ഇതിന് കൃത്യമായ ഒരു ചരിത്രമുണ്ട്. നമ്മളൊരു വീട് വെക്കുമ്പോൾ ആദ്യം ഒരു പ്ലാൻ വരയ്ക്കുന്നത് പോലെ ഭരണഘടന എഴുതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിനൊരു രൂപരേഖയുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. 1946 ഡിസംബർ 13-ന് പണ്ഡിറ്റ് നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ്സ് റെസല്യൂഷനാണോ ഇതിന്റെ അടിസ്ഥാനം? അതെ, കൃത്യമായി പറഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ്സ് റെസല്യൂഷന്റെ പരിഷ്കരിച്ച രൂപമാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രിയാമ്പിൾ. 1946-ൽ നെഹ്റു അത് അവതരിപ്പിച്ചു. ഓഹോ, അപ്പൊ അന്ന് തന്നെ ഇതിനൊരു രൂപം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നീട് 1947 ജാനുവരി 22-ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അത് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന എന്തായിരിക്കണം, അത് എന്ത് ലക്ഷ്യങ്ങളിലേക്കാണ് രാജ്യത്തെ നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ദർശനമായിരുന്നു അത്. മനസ്സിലായി. അപ്പോൾ ആ ദർശനങ്ങളാണ് പിന്നീട് ഭരണഘടന പൂർത്തിയായപ്പോൾ, അതായത് 1949 നവംബർ 26-ന് പ്രിയാമ്പിളായി മാറിയത്, അല്ലേ? അതെ, ഈ തീയതിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. 1949 നവംബർ 26. ഇൻഗ്രീഡിയൻസ് ഉള്ളതായി കാണാം. ശരിയാണ്. 4 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, അധികാരത്തിന്റെ ഉറവിടം, അതായത് സോഴ്സ് ഓഫ് അതോറിറ്റി. 2, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ സ്വഭാവം, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. 3, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, അതായത് ഒബ്ജക്റ്റീവ്സ്. പിന്നെ 4-മത്തേത് ഭരണഘടന അംഗീകരിച്ച തീയതി. ഇതില് ഈ ആദ്യത്തെ കാര്യം തന്നെ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് കേട്ടോ. വി ദ പീപ്പിൾ എന്ന് തുടങ്ങുന്ന ഭാഗമല്ലേ? അതെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണിത് തുടങ്ങുന്നത്. പക്ഷെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. 1940-കളിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് എഴുതിയതൊന്നുമല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മുഴുവൻ ജനങ്ങളും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് പോലെ ഇത് മാറുന്നത്? അത് പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്. ഇതൊരു വെറും കാവ്യാത്മകമായ പ്രയോഗം മാത്രമല്ലേ എന്ന് തോന്നിപ്പോകും. ഇതിന് വലിയ അർത്ഥമുണ്ട്. ഇതാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് പോപ്പുലർ സോവറിനിറ്റി, അല്ലെങ്കിൽ ജനകീയ പരമാധികാരം എന്ന് പറയുന്നത്. അതായത് പവർ ജനങ്ങളുടെ കയ്യിലാണ് എന്ന്. കൃത്യം. ഈ ഭരണഘടനയ്ക്ക് എവിടെ നിന്നാണ് അധികാരം ലഭിക്കുന്നത്? അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നോ ഏതെങ്കിലും രാജാവിൽ നിന്നോ അല്ല, ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങൾ നേരിട്ടല്ലെങ്കിലും അവരുടെ പ്രതിനിധികൾ അടങ്ങിയ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വഴിയാണ് ഈ ഭരണഘടന അവർ തങ്ങൾക്കു തന്നെ നൽകിയത്. അല്ലേ? അതെ. നിങ്ങൾ പ്രിയാമ്പിളിന്റെ അവസാന വരിയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗിവ് ടു ourselves ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ജനങ്ങളാണ് പരമാധികാരികൾ എന്നതിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണത്. അത് വളരെ വ്യക്തമാണ്.
ഇനി ഇതിലെ രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരാം. ഇന്ത്യൻ സ്റ്റേറ്റിന്റെ സ്വഭാവം. ഇന്ത്യ ഒരു സോവറൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണെന്ന് പ്രിയാമ്പിൾ പറയുന്നു. അതെ, 5 പ്രധാന വാക്കുകൾ. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റില്ലേ? നമ്മൾ ഇന്ന് കാണുന്ന ഈ വാക്കുകളെല്ലാം 1949 ഉണ്ടായിരുന്നില്ല എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ശരിയാണ്, ഈ വാക്കുകളിൽ ചിലത് പിന്നീട് വന്നതാണ്. ഒരു സ്മാർട്ട് ഫോണിന് പുതിയ ഫീച്ചറുകളോടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നതുപോലെ ഭരണഘടന നിലവിൽ വന്ന് 26 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയല്ലേ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 പുതിയ വാക്കുകൾ ഇതിലേക്ക് കൂട്ടിച്ചേർത്തത്. അതെ, 1976 ആ മാറ്റം വന്നത്. അതെന്തിനായിരുന്നു? അതുവരെ ഇന്ത്യ സെക്യുലറും സോഷ്യലിസ്റ്റും അല്ലായിരുന്നോ? എനിക്കെപ്പോഴും തോന്നുന്നൊരു ചോദ്യമാണിത്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. 1976 ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തു എന്നത് സത്യമാണ്. എന്നാൽ അതിനർത്ഥം അതുവരെ ഇന്ത്യക്ക് ഈ സ്വഭാവങ്ങളില്ലായിരുന്നു എന്നല്ല കേട്ടോ. പിന്നെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഭരതഘടനയും മുൻപ് തന്നെ ഇംപ്ലിസിറ്റായിരുന്ന, അതായത് പരോക്ഷമായി നിലനിന്നിരുന്ന കാര്യങ്ങളെ 42nd അമെൻമെന്റ് വഴി എക്സ്പ്ലിസിറ്റാക്കി, കുറച്ചുകൂടി പ്രകടമാക്കി എന്നു മാത്രം. ഓ, അതായത് ഉള്ള കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തു. അതെ, നമുക്ക് ഈ 5 വാക്കുകളെയും അവയുടെ അർത്ഥതലങ്ങളെയും ഒന്ന് പരിശോധിക്കാം. ആദ്യം സോവറൻ. ഇന്ത്യ പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു രാജ്യമാണ്, മറ്റൊരു രാജ്യത്തിന്റെയും കീഴിലല്ല. അതായത് നമ്മൾ നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നു. തീർച്ചയായും. 1949 ഇന്ത്യ കോമൺവെൽത്തിൽ അംഗമായതോ അല്ലെങ്കിൽ UNOയിൽ അംഗമായതോ ഒന്നും തന്നെ ഇന്ത്യയുടെ പരമാധികാരത്തെ ഒട്ടും ബാധിക്കുന്നില്ല. സ്വന്തം ആഭ്യന്തര കാര്യങ്ങളും വിദേശ നയങ്ങളും തീരുമാനിക്കാൻ ഇന്ത്യക്ക് പൂർണ്ണ അധികാരമുണ്ട്. മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തെ വാക്കായ സോഷ്യലിസ്റ്റ് എന്നത് ഭരണഘടനയിൽ പരോക്ഷമായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ പോലെയുള്ള സോഷ്യലിസമാണോ ഇന്ത്യ അന്ന് ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. ഇന്ത്യയുടേത് കമ്മ്യൂണിസ്റ്റ് മോഡൽ സോഷ്യലിസം അല്ല. അതായത് ഉൽപാദന ഉപാധികളെല്ലാം സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലിരിക്കുന്ന സ്റ്റേറ്റ് സോഷ്യലിസം അല്ല നമ്മുടേത്. പിന്നെന്താണ് ഈ ഇന്ത്യൻ സോഷ്യലിസം? മറിച്ച് നമ്മുടെ സ്വന്തം ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു മിക്സ്ഡ് എക്കണോമിയാണ് നമ്മുടേത്. അതായത് ഗവൺമെന്റും പ്രൈവറ്റ് കമ്പനികളും ഒരുമിച്ചുണ്ടാകൂ. അതെ. 42nd അമെൻമെന്റ് വരുന്നതിന് മുൻപ് തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഈ ആശയം വ്യക്തമായി ഉണ്ടായിരുന്നു. മാത്രമല്ല 1955 കോൺഗ്രസിന്റെ അവാർഡി സെഷനിൽ തന്നെ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്ന ആശയം ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. അപ്പൊ ദാരിദ്ര്യവും അസമത്വവും കുറയ്ക്കുക എന്നതായിരുന്നു മെയിൻ ലക്ഷ്യമല്ലേ? അതെ. ദാരിദ്ര്യം, അജ്ഞത, അവസര സമത്വമില്ലായ്മ എന്നിവ ഇല്ലാതാക്കുക എന്നതാണ് ഇന്ത്യൻ സോഷ്യലിസത്തിന്റെ ലക്ഷ്യമെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മാർക്സിസത്തിന്റെയും ഗാന്ധിസത്തിന്റെയും ഒരു സമ്മിശ്ര രൂപമാണ്. പക്ഷേ 1991 മാറ്റങ്ങൾ ഇതിനെ ബാധിച്ചില്ലേ? തീർച്ചയായും. 1991 നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നതോടെ ഇന്ത്യയുടെ ഈ സോഷ്യലിസ്റ്റ് സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നതും നാം ഓർക്കണം. ഇനി മൂന്നാമത്തെ വാക്ക്, അതായത് സെക്യുലർ. ഇതും 42nd അമെൻമെന്റ് വഴി വന്നതാണല്ലോ. ഇന്ത്യയിലെ മതപരമായ വൈവിധ്യം വച്ച് നോക്കുമ്പോൾ ഇതൊരു നിർണായകമായ വാക്കാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ പ്രിയാമ്പിളിൽ ഈ വാക്കില്ലായിരുന്ന കാലത്തും ഭരണഘടനാ നിർമ്മാതാക്കൾ ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആകണം എന്നു തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് എന്നതിൽ എന്താണ് തെളിവ്? അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. 1974 തന്നെ സുപ്രീം കോർട്ട് ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോടതിയും അത് ശരിവച്ചു. അതെ. പ്രിയാമ്പിളിൽ ആ വാക്കില്ലായിരുന്നുവെങ്കിലും ആർട്ടിക്കിൾസ് 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന പ്രൊവിഷൻസ് നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇന്ത്യ പിന്തുടരുന്നത് പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസമാണ്. അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ പോസിറ്റീവ് കൺസെപ്റ്റ്? ലോകത്ത് പ്രധാനമായും 3 തരം രാജ്യങ്ങളുണ്ട്. ദൈവവിശ്വാസത്തെ പൂർണ്ണമായും എതിർക്കുന്ന ഏഥീയിസ്റ്റിക് സ്റ്റേറ്റ്, പിന്നെ ഒരു പ്രത്യേക മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്ന തിയോക്രാറ്റിക് സ്റ്റേറ്റ്, ഉദാഹരണത്തിന് പാകിസ്ഥാൻ അല്ലെങ്കിൽ ചില ഗൾഫ് രാജ്യങ്ങൾ. പിന്നെ നമ്മുടെ പോലുള്ള സെക്യുലർ സ്റ്റേറ്റ്. അതെ. ഇന്ത്യ ഒരു പർട്ടിക്കുലർ മതത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി കാണുന്നില്ല, അതോടൊപ്പം ഒരു മതത്തെയും എതിർക്കുന്നുമില്ല.
രാജ്യത്തിന്റെ കണ്ണിൽ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയാണ് ലഭിക്കുന്നത്. അതാണ് ആ ആർട്ടിക്കിൾസ് ഉറപ്പാക്കുന്നത്. അപ്പോ സർക്കാരിന് സ്വന്തമായി ഒരു മതമില്ല, പക്ഷേ എല്ലാ മതങ്ങളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യും. കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. അടുത്തതായി വരുന്നത് ഡെമോക്രാറ്റിക് എന്ന വാക്കാണ്, ജനാധിപത്യം. കേൾക്കുമ്പോൾ വളരെ ലളിതമാണെങ്കിലും ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണല്ലോ. ഭരണഘടന ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ജനങ്ങളുടെ കയ്യിലാണ് പരമാധികാരം ഇരിക്കുന്നത് എന്നതാണ് ഡെമോക്രസി അർത്ഥമാക്കുന്നത്. ഇന്ത്യ പിന്തുടരുന്നത് റെപ്രസെന്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസിയാണ്. അതായത് നമ്മൾ നേരിട്ട് ഭരിക്കുന്നില്ല, പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അതെ, ജനങ്ങൾ നേരിട്ടല്ല, അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വഴിയാണ് ഭരണം നടത്തുന്നത്. ഇതിൽ നിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേച്ചറിനോട് എപ്പോഴും ഉത്തരവാദിത്വമുള്ളവരായിരിക്കും. വോട്ടിംഗ് അല്ലേ ഇതിന്റെ ഏറ്റവും വലിയ ആയുധം? അതെ, ഇത് പ്രാവർത്തികമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, അതായത് പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശമെന്നത്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 326 പ്രായപൂർത്തിയായവർക്കുള്ള വോട്ടവകാശത്തെക്കുറിച്ചും ആർട്ടിക്കിൾ 325 വോട്ടർ പട്ടികയിൽ മതം, ജാതി, ലിംഗം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്നതിനെക്കുറിച്ചും കൃത്യമായി പറയുന്നു. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ഡോക്ടർ B.R. അംബേദ്കറിന്റെ 1949 നവംബർ 25 പ്രസിദ്ധമായ പ്രസംഗമാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് കേവലം രാഷ്ട്രീയ ജനാധിപത്യം, അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രം പോരാ എന്നല്ലേ? വളരെ കൃത്യം. പൊളിറ്റിക്കൽ ഡെമോക്രസി കനോട്ട് ലാസ്റ്റ് അൺലെസ് ദർ ലൈസ് അറ്റ് ദി ബേസ് ഓഫ് ഇറ്റ് സോഷ്യൽ ഡെമോക്രസി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സമൂഹത്തിലും തുല്യത വേണം. അതെ, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് നിലനിൽപ്പില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതാണ് പ്രിയാമ്പിൾ ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥ ഡെമോക്രസി. ഈ ഗണത്തിലെ അവസാനത്തെ വാക്ക് റിപ്പബ്ലിക് എന്നാണ്. നമ്മൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഈ ജനാധിപത്യവും, അതായത് ഡെമോക്രസിയും റിപ്പബ്ലിക്കും തമ്മിലുള്ള വ്യത്യാസം പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മൾ നോക്കിയാൽ ബ്രിട്ടനിൽ ജനാധിപത്യമുണ്ട്, പക്ഷെ അവര് റിപ്പബ്ലിക് അല്ലല്ലോ. അതെ, ജനാധിപത്യ രാജ്യങ്ങളെ പ്രധാനമായും രണ്ടാക്കി തിരിക്കാം: മൊണാർക്കിയും റിപ്പബ്ലിക്കും. ബ്രിട്ടനിലെ പോലെയുള്ള മൊണാർക്കിയില് പാരമ്പര്യമായി വരുന്ന രാജാവോ റാണിയോ ആണ് രാഷ്ട്രതലവൻ. അപ്പോൾ അവിടെ ഇലക്ഷനില്ല, രാഷ്ട്രതലവന് ഇല്ല. എന്നാൽ റിപ്പബ്ലിക്കിൽ അങ്ങനെയൊരു രാജഭരണമില്ല. അവിടത്തെ രാഷ്ട്രതലവൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. ഇന്ത്യയിൽ അത് 5 വർഷത്തേക്ക് പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റാണ്. ഓഹോ, അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ആയത്. അതുകൂടാതെ റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട്. സമൂഹത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിനും പ്രത്യേക പരിഗണനകളില്ല. അതായത് ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ്ഡ് ക്ലാസ്. ആർക്കും VIP പരിഗണനയില്ല. അതെ, എല്ലാ പൊതുപദവികളും സാധാരണ പൗരന്മാർക്ക് ഒരു വിവേചനവുമില്ലാതെ തുറന്നുകൊടുത്തിരിക്കുന്നു. ശരി, നമ്മൾ ഇതുവരെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന 4 ലക്ഷ്യങ്ങളിലേക്ക് വരാം. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. കേൾക്കാൻ വളരെ ഗാംഭീര്യമുള്ള വാക്കുകളാണ്. പക്ഷേ വെറും വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് വയറു നിറയില്ലല്ലോ. ഇതൊക്കെ കടലാസിൽ ഒതുങ്ങുന്ന വെറും മുദ്രാവാക്യങ്ങളാണോ? അതോ ഇത് യഥാർത്ഥ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭരണഘടനയിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? തീർച്ചയായും ഉണ്ട്. വെറും കടലാസിലെ വാഗ്ദാനങ്ങളല്ലിത്. ഭരണഘടനയിലെ കൃത്യമായ ആർട്ടിക്കിൾസ് വഴിയാണ് ഈ ലക്ഷ്യങ്ങൾ നേടുന്നത്. ആദ്യം ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി നോക്കാം. ഇതില് പലതരം നീതിയുണ്ടല്ലോ. അതെ, 1917 റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് നാം സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന ആശയം കടമെടുത്തത്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസും വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. ഇതൊന്നുകൂടി വ്യക്തമാക്കാമോ? ഉദാഹരണത്തിന്, ജാതിയുടെയോ ലിംഗത്തിന്റെയോ നിറത്തിന്റെയോ പേരിലുള്ള വിവേചനം ഒഴിവാക്കുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ്. സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നത് ഇക്കണോമിക് ജസ്റ്റിസ് ആണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഉണ്ടാകുന്നത്, അല്ലേ? കൃത്യമായി പറഞ്ഞു. ഇത് രണ്ടും ചേരുമ്പോഴാണ് നാം ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് വിളിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. അതുപോലെ എല്ലാവർക്കും ഭരണത്തിൽ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് പൊളിറ്റിക്കൽ ജസ്റ്റിസുമാണ്. അപ്പോൾ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ ആശയങ്ങളോ? അത് 1889 ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സംഭാവനയാണത്. ഇതിൽ ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ
ഒരാൾക്ക് എന്തും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണോ ഭരണഘടന നൽകുന്നത്? ചിലർക്കെങ്കിലും ആ സംശയമുണ്ട്. ഒരിക്കലുമല്ല. ലിബർട്ടി എന്നത് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് ആണ്, അതായത് വ്യക്തിയുടെ വളർച്ചയ്ക്ക് തടസ്സങ്ങളില്ലാത്ത അവസ്ഥ. എന്നാൽ ഇതൊരിക്കലും ആബ്സല്യൂട്ട് അല്ല, മറിച്ച് വളരെ കൃത്യമായി ക്വാളിഫൈഡ് ആണ്. അതായത് ചില നിയന്ത്രണങ്ങളുണ്ട്. അതെ, ഭരണഘടന പറയുന്ന പരിധികൾക്കുള്ളിൽ നിന്നും മാത്രമേ ഇത് ആസ്വദിക്കാൻ കഴിയൂ. ചിന്തയ്ക്കും, അതായത് തോട്ട്, ആശയപ്രകടനത്തിനും, എക്സ്പ്രഷൻ, വിശ്വാസത്തിനും, ബിലീഫ് ആൻഡ് ഫെയ്ത്ത്, പിന്നെ ആരാധനയ്ക്കും, വർഷിപ്പ്, സ്വാതന്ത്ര്യം, ഫണ്ടമെന്റൽ റൈറ്റ്സ് വഴി ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇനി ഇക്വാലിറ്റിയുടെ കാര്യം വരുമ്പോൾ, നൂറ്റാണ്ടുകളായി അസമത്വം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നില്ലേ അന്ന്? അത് ഒരു വലിയ ദൗത്യമായിരുന്നു ശരിക്കും. അത് മറികടക്കാൻ ഭരണഘടന ഉപയോഗിച്ച ആയുധങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ഉദ്ദേശിച്ചത്, ഏതൊക്കെ ആർട്ടിക്കിൾസാണ് ഇതിന് സഹായിച്ചത്? അതിനായി സിവിക് ഇക്വാലിറ്റി ഉറപ്പാക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു നിര തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. നമ്മൾ ആർട്ടിക്കിൾ 14 എടുത്താൽ, അത് നിയമത്തിനു മുന്നിലെ തുല്യത അഥവാ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഉറപ്പാക്കുന്നു. അപ്പോ നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ്? അതെ. ഇനി ആർട്ടിക്കിൾ 15 മതം, ജാതി, ലിംഗം എന്നിവയുടെ പേരിലുള്ള വിവേചനം തടയുന്നു. തൊഴിലിന്റെ കാര്യത്തിലോ? അതിനാണ് ആർട്ടിക്കിൾ 16 പൊതു തൊഴിലവസരങ്ങളിലെ തുല്യത ഉറപ്പാക്കുന്നു. ഇതിലേറ്റവും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നത് ആർട്ടിക്കിൾ 17 ആണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കിയ നിയമം. അതെ, അൺടച്ചബിലിറ്റി നിർത്തലാക്കുക വഴി നൂറ്റാണ്ടുകളായി നിലനിന്നൊരു വലിയ സാമൂഹിക വിപത്തിനെയാണ് ഭരണഘടന ഇല്ലാതാക്കിയത്. അതുപോലെ ആർട്ടിക്കിൾ 18 വഴി പദവികൾ അല്ലെങ്കിൽ ടൈറ്റിൽസ് നിർത്തലാക്കുകയും ചെയ്തു. അപ്പോ സിവിക് ഇക്വാലിറ്റി മാത്രമല്ല, സാമ്പത്തികവും രാഷ്ട്രീയവുമായ തുല്യതയും പ്രധാനമല്ലേ? തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 325ഉം 326ഉം പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ ജോലിക്ക് തുല്യവേതനം പോലെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ആർട്ടിക്കിൾ 39 എക്കണോമിക് ഇക്വാലിറ്റിയും അല്ലെങ്കിൽ എക്കണോമിക് സമത്വവും ലക്ഷ്യം വെക്കുന്നു. ഗംഭീരം. ഈ ലക്ഷ്യങ്ങളിലെ അവസാനത്തെ വാക്ക് ഫ്രാറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്നാണ്. ഇന്ത്യയെപ്പോലെ ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളുമുള്ള ഒരു രാജ്യത്ത് ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ ഇതെന്താ പറയാ, അത്യന്താപേക്ഷിതമാണ്. അതെ, ഒരു സംശയവുമില്ലാത്ത കാര്യമാണത്. ഇത് ഉറപ്പാക്കാൻ ഭരണഘടന എന്താണ് ചെയ്യുന്നത്? ഇന്ത്യ ഒറ്റ പൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ് നൽകുന്നത് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ്. അതെ. കൂടാതെ നമ്മൾ പാലിക്കേണ്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്ന ആർട്ടിക്കിൾ 51A നോക്കുക. മത, ഭാഷ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി സാഹോദര്യം വളർത്താൻ അത് പൗരന്മാരോട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോ വ്യക്തിയുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും. ഈ സാഹചര്യത്തിൽ KM മുൻഷി പറഞ്ഞ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് സംരക്ഷിക്കപ്പെടണം. അത് വളരെ ശരിയാണ്. രാജ്യത്തിന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടല്ലേ? അതെ. സംസ്ഥാനങ്ങൾക്ക് രാജ്യത്ത് നിന്ന് വിട്ടുപോകാൻ അധികാരമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ പിളർക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. ഇൻഡിസ്ട്രക്റ്റബിൾ നേച്ചർ ഓഫ് ദി ഇന്ത്യൻ യൂണിയൻ എന്ന് നമ്മൾ പറയും. വർഗീയതയും പ്രാദേശികവാദവും ഇല്ലാതാക്കി രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ ഈ ഫ്രട്ടേണിറ്റി അത്യാവശ്യമാണ്. ശരി. നമ്മൾ ഈ പ്രിയാമ്പിളിലെ ഓരോ വാക്കും അതിനു പിന്നിലെ ആർട്ടിക്കിൾസും വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. പക്ഷെ ഇനിയാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യം വരുന്നത് കേട്ടോ. ചോദിച്ചോളൂ. ഇത്രയും വലിയ കാര്യങ്ങൾ പറയുന്ന ഈ പ്രിയാമ്പിൾ ശരിക്കും ഭരണഘടനയുടെ ഭാഗമാണോ? കാരണം നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു ഇത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എന്ന്. അതെ, അത് ശരിയാണ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് നേരിട്ട് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നോട്ട് എൻഫോഴ്സിബിൾ ഇൻ കോർട്സ് ഓഫ് ലോ. മാത്രമല്ല ഇത് ലെജിസ്ലേച്ചറിന്, അതായത് നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരം നൽകുന്ന ഒരു ഉറവിടവുമല്ല. അതുപോലെ അവരുടെ അധികാരത്തെ തടയുന്ന ഒന്നുമല്ല. ഒരു കോടതിക്ക് നടപ്പാക്കാൻ കഴിയാത്ത ഒരു അധികാരം പോലും നൽകാൻ കഴിയാത്ത ഈ രേഖ വെറുമൊരു പല്ലൊഴിഞ്ഞ സിംഹമല്ലേ? ഇത് വെറുമൊരു ആമുഖം മാത്രമാണോ? അതൊരു മികച്ച ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ നടന്നത് താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിനു ചുറ്റുമാണ്.
ഓഹോ, അത്രയ്ക്ക് പ്രശ്നമായിരുന്നോ ഇത്? അതെ, ഇത് മനസ്സിലാക്കാൻ നമ്മൾ ചരിത്രപ്രധാനമായ 3 കേസസ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് 1960-ലെ ബെരുബാരി യൂണിയൻ കേസാണ്. അന്ന് കോടതി എന്താണ് പറഞ്ഞത്? ഈ കേസിൽ സുപ്രീംകോർട്ട് വിധിച്ചത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. പ്രിയാമ്പിൾ എന്നത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള ഒരു താക്കോലാണ് എന്ന് കോടതി അംഗീകരിച്ചു. എങ്കിലും അത് ഭരണഘടനയുടെ ഭാഗമല്ല, അതായത് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കോടതി അന്ന് വിധിച്ചത്. അതായത് അത് ഭരണഘടനയുടെ വെളിയിലുള്ള വെറുമൊരു ആമുഖം മാത്രമാണെന്ന് കോടതി അന്ന് പറഞ്ഞു. പക്ഷേ ആ നിലപാട് പിന്നീട് മാറിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലേ? അതെ, മാറി. അതാണ് ഇന്ത്യൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വലിയ കേസല്ലേ? അതെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഗതി മാറ്റിയ 1973-ലെ കേശവാനന്ദ ഭാരതി കേസ്. ഈ ചരിത്രപരമായ വിധിയിൽ സുപ്രീം കോടതി അവരുടെ പഴയ നിലപാട് പൂർണ്ണമായും തിരുത്തി. എന്തായിരുന്നു ആ പുതിയ വിധി? പ്രിയമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണെന്ന് വളരെ വ്യക്തമായി അവർ വിധിച്ചു. ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ടായാൽ അത് വ്യാഖ്യാനിക്കേണ്ടത് പ്രിയമ്പിളിലെ മഹത്തായ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാകണമെന്ന് കോടതി പറഞ്ഞു. അത് വലിയൊരു മാറ്റമായിരുന്നില്ല? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് പാർലമെന്റിന് ഈ പ്രിയമ്പിൾ എമെൻഡ് ചെയ്യാം, ഭേദഗതി ചെയ്യാം. അപ്പോ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പാടില്ല എന്ന് ഈ വിധി വ്യക്തമാക്കി. അതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. മനസ്സിലായി. അപ്പോ അടിസ്ഥാനം മാറ്റാതെ എന്ത് ഭേദഗതിയും വരുത്താം. അതെ. പിന്നീട് 1995-ലെ LIC ഓഫ് ഇന്ത്യ കേസിലും പ്രിയേമ്പിൾ ഭരണഘടനയുടെ ഇന്റഗ്രൽ പാർട്ടാണെന്ന് സുപ്രീംകോർട്ട് വീണ്ടും ഊട്ടിയുറപ്പിച്ചു. അപ്പോൾ കോടതിക്ക് നേരിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നിയമം ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും വലിയ അളവുകോലായി കോടതി ഉപയോഗിക്കുന്നത് ഈ പ്രിയാമ്പിളിനെയാണല്ലേ? 100% ശരിയാണ്. ഇതിലെന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്നാൽ ഭരണഘടനയിലെ ബാക്കി മുഴുവൻ ഭാഗങ്ങളും എഴുതി തീർത്തതിന് ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഈ പ്രിയാമ്പിൾ വോട്ടിനിട്ട് പാസാക്കിയതെന്നതാണ്. അതെ, അതിനൊരു കാരണമുണ്ട്. അത് ഭരണഘടനയുമായി പൂർണ്ണമായും ചേർന്നു പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീംകോടതി ഇത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിധിച്ചതുമല്ലേ? കൃത്യമാണ്. ബാക്കി മുഴുവൻ ഭരണഘടനയും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നൊരു വഴികാട്ടിയാണിത്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇതുവരെ ഒരേ ഒരു തവണ മാത്രമേ ഇത് ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നാം നേരത്തെ പറഞ്ഞ ആ 1976-ലെ 42nd അമെൻഡ്മെന്റ് ആക്ട് വഴിയല്ലേ? അതെ, ഒരേ ഒരു തവണ മാത്രം. അപ്പോൾ ഇന്നത്തെ ഈ വിശദമായ വിശകലനത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രിയമ്പിൾ എന്നത് വെറുമൊരു പുസ്തകത്തിന്റെ ആമുഖം പോലെയല്ല. ഒരിക്കലുമല്ല. നമ്മൾ 14, 15, 16, 17 അടക്കമുള്ള നിരവധി ആർട്ടിക്കിൾസ്, അതുപോലെ സുപ്രധാനമായ 42nd അമെൻഡ്മെന്റ്, ചരിത്രം മാറ്റിയ കേശവാനന്ദ ഭാരതി അടക്കമുള്ള കേസസ് എന്നിവയിലൂടെയെല്ലാം കടന്നുപോയി. അതെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. മുൻ ചീഫ് ജസ്റ്റിസ് M. ഹിദായത്തുള്ള ഇതിനെ നമ്മുടെ ഭരണഘടനയുടെ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് വിളിച്ചതും, പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവ ഇതിനെ ഭരണഘടനയുടെ മൂല്യമളക്കാൻ കഴിയുന്ന ഒരു യാർഡ് സ്റ്റിക്ക് എന്ന് വിശേഷിപ്പിച്ചതും എത്രമാത്രം ശരിയാണെന്ന് ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലേ? ഞാൻ ആവശ്യപ്പെടുകയാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ എക്സ്റേ ഉദാഹരണം ഓർമ്മയുണ്ടോ? അതെ, രാജ്യത്തിന്റെ ആത്മാവിനെ കാണിക്കുന്ന എക്സ്റേ. പ്രിയാമ്പിൾ കോടതിയിൽ നേരിട്ട് എൻഫോഴ്സബിൾ അല്ലാതിരുന്നിട്ടും, അതായത് നോൺ ജസ്റ്റിഷ്യബിൾ ആയിരുന്നിട്ടും, കേശവാനന്ദ ഭാരതി കേസിലൂടെ അത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ കവചമായി മാറിയത് എങ്ങനെയെന്നത് അത്ഭുതകരമല്ലേ? തീർച്ചയായും. അതൊരു വലിയ വിരോധാഭാസവും അതേസമയം വലിയൊരു ശക്തിയുമാണ്. ഒരു നിയമത്തിനും തകർക്കാൻ കഴിയാത്ത, എന്നാൽ ഒരു കോടതിക്കും നേരിട്ട് നടപ്പാക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തിയായി ഈ കൊച്ചു പ്രിയാമ്പിൾ എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്നും കാത്തുസൂക്ഷിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു ഗംഭീരമായ ചിന്തയാണ് കേട്ടോ. നിയമങ്ങളുടെ വെറും സാങ്കേതികതകൾക്കപ്പുറം ഒരു വലിയ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും സ്വത്വത്തിന്റെയും അടിത്തറയായി ഇത്രയും ചെറിയൊരു മുഖവുര മാറുന്നത് ശരിക്കും അവിശ്വസനീയമാണ്. ഒരു രാജ്യത്തിന്റെ ഹൃദയമിടിപ്പ് കാണിക്കുന്ന ആ അദൃശ്യ ശക്തിയെക്കുറിച്ചുള്ള ചിന്തകളോടെ ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. പുത്തൻ അറിവുകളുമായി മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം.